ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3/4 കപ്പ് ശർക്കരയാണേ. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ. അലിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാവേ. ഈ സമയം ഇതിലേക്കുള്ള വേറൊരു കുഞ്ഞ് മിക്സ് കൂടെ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യുടെ അളവൊക്കെ കുറച്ച് കൂടിയാലും നല്ലത് തന്നെയാണ്. ഇനി നെയ്യൊക്കെ ചൂടായി വരുന്ന സമയത്ത് 1/4 കപ്പ് തേങ്ങ ചിരുകിയതും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയുടെ ഷെയ്ഡൊന്നും ഒരുപാട് മാറിക്കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകമായ തന്നെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇനി ഇത് 1-2 മിനിറ്റ് നേരം വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും 2 നുള്ളി ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള കടലപ്പരിപ്പില്ലേ, ഇത് 90% വെന്ത് വരണവരെ വേവിച്ചിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലോണം വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പാകമായാൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനി ചൂടയ്ക്കൊന്ന് പോയപ്പം അരിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണേ. ഇനി ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു കൂട്ടിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ലാസ്റ്റ് ഇതുപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നെയ്യ് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറായി വരുന്ന സമയത്ത് കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നെയ്യൊക്കെ ചേർക്കാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിൻ്റെ ചൂടേക്കൊന്ന് പോകാനായിട്ട് 10 മിനിറ്റ് നേരം മൂടി വയ്ക്കുകയും കൂടെ ചെയ്യാം. ചൂടൊക്കെ പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാനായിട്ട് പറ്റണ പാകമാകുമ്പോൾ കുഴച്ചെടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് നമ്മുടെ ഈ മാവ് വെച്ചിട്ട് 5 ഷേപ്പിൽ കൊഴുക്കട്ടയാണ്. നിങ്ങൾക്കിതിൽ ഏത് ഷേപ്പാണ് എളുപ്പമെന്ന് തോന്നണത് അതുപോലെ ചെയ്യാം കേട്ടോ. ആദ്യം ഇത് ഉരുളയാക്കിയിട്ട് എടുക്കാം. ഇനി അടുത്തത് ഈ മാവ് കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി 3ാമത്തെ ഷേപ്പിനായിട്ട് ഇതുപോലത്തെ ഒരു ചെടിയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഇലയുടെ മുകളിലായിട്ട് നമ്മുടെ ഈ മാവ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇലയുടെ നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ട് മാത്രം ഇതുപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. കയ്യിൽ വെച്ച് മാത്രമല്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഇല വെച്ച് കൊടുത്തിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റുമേ. ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇലയിൽ നിന്ന് വിടിയിച്ചെടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. ഇനി മാവ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടും എടുക്കാം. ഇനി അടുത്ത ഷേപ്പ് മോദകം പോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്ത ശേഷം ഒരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ലൈൻസ് കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. ഞാനിത് ഇഡ്ഡലിത്തട്ടിൽ വെച്ചാണ് വേവിച്ചിട്ടെടുക്കണത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഷേപ്പാക്കി എടുത്തത് ഓരോന്നായിട്ട് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ടെടുക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഈ ഒരു പാകമായ മതി കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ 5 ഷേപ്പുകളിലുള്ള കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള കൊഴുക്കട്ട. ഇത് കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. ഇതുവരെ ഇതുപോലെ കടലപ്പരിപ്പൊക്കെ ചേർത്തിട്ട് കൊഴുക്കട്ടയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തു നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.